16ാം നിയമസഭാ സമ്മേളനം 21-ാം തീയതി തുടങ്ങാനിരിക്കുമ്പോൾ സാക്ഷാൽ പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ വലതു സൈഡിൽ ഇരിക്കുക മട്ടന്നൂരിൽ നിന്ന് ജയിച്ചു കയറുവെന്ന VK സനോജ് ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുന്നു. അതിനപ്പുറത്ത് KN ബാലഗോപാൽ. എന്താണ് ഇതുകൊണ്ട് വ്യക്തമാകുന്നത്? കൃത്യമായി പാർട്ടി നയം വ്യക്തമാക്കുന്നു. പിണറായി ഒരു കെയർ ടേക്കർ റോളിലേക്ക് മാറുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിൽ 16ാം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൂടി അദ്ദേഹം ഒരു കെയർ ടേക്കർ റോളിൽ, ഒരു കാരണവരുടെ റോളിലായിരിക്കും പെരുമാറുക. ഒരു ബോഡി ലാംഗ്വേജ് കൺസീവ് ചെയ്യുക, വലത് സൈഡിൽ തൊട്ടടുത്ത് ഇരിപ്പിടം ഉറപ്പിക്കുക ചെറുപ്പക്കാരനായ VK സനോജ്, മട്ടന്നൂരുടെ MLA. പാർട്ടിയുടെ കുത്തക സീറ്റിൽ ജയിച്ചു വന്ന VK സനോജ് കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം ശൈലജ ടീച്ചർ എന്ന ആരോഗ്യമന്ത്രിക്ക്, ഈ നാടിനെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വലിയ രീതിയിൽ യശസ്സുയർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച രാഷ്ട്രീയക്കാരിയുടെ നിലപാടുറച്ച നായികയുടെ മണ്ഡലത്തിൽ ഇത്തവണ ഊഴം ലഭിച്ച VK സനോജിനെ പിണറായി അരികത്തേക്ക് ചേർത്തിരുത്തുന്നത് ഒരു തലമുറ മാറ്റത്തിൻ്റെതല്ല. ആ നിയമസഭാ സമ്മേളനത്തിൽ എന്തായിരിക്കും പാർട്ടി എടുക്കാൻ പോകുന്ന, പ്രതിപക്ഷം എടുക്കാൻ പോകുന്ന സ്റ്റാൻഡ് എന്നുള്ളതിന്റെ മുഖ്യ തെളിവായി മാറുന്നു എന്നുള്ളതാണ്. ഇടതു ക്യാമ്പിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് KN ബാലഗോപാൽ അതിനു തൊട്ടടുത്ത് ഇരിപ്പിടം ഉറപ്പിക്കും എന്നുകൂടി വാർത്തകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. പിണറായി കൂടെ ചേർത്ത് നിർത്തുന്ന 10 അംഗങ്ങളുടെ പേര് ഓൾറെഡി ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നതാണ്. കല്യാശ്ശേരിയിലെ വിജിൻ അടക്കം, മുഹമ്മദ് മുഹസിൻ അടക്കം, PA മുഹമ്മദ് റിയാസ് അടക്കം. അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ നിരയെ കൃത്യമായി പണിയേൽപ്പിച്ച് വലതുപക്ഷത്തിനെതിരെ ശക്തമായി ആരോപണങ്ങൾ ഉന്നയിച്ച് കൃത്യമായി വിമർശനങ്ങൾ ഉയർത്തി ഈ നാട്ടിലെ ജനങ്ങളുടെ ശബ്ദമായി, ഈ ലോകത്ത്, ഈ നാട്ടിൽ പ്രതിപക്ഷമായി ഇടതുപക്ഷമുണ്ടോ അവിടെ ജനശബ്ദത്തിന്റെ ആഴം കൂടുമെന്ന് വിചാരിക്കാത്തവരുണ്ടോ? നിഷ്പക്ഷമതികളുണ്ടോ? രാഷ്ട്രീയ വിശ്വാസികളുണ്ടോ? കേരളം പോലെ ഒരു സംസ്ഥാനത്ത് കൃത്യമായ വിപ്ലവകരമായ പ്രതിപക്ഷമായി മാറുന്നതിന്, ഭരണകക്ഷിയെ കൃത്യമായി ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിന് ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുന്നതിനേക്കാൾ നല്ല നാളുണ്ടോ എന്ന് ചോദിക്കുന്നവരെത്രയാ? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരുമ്പോ 62 വയസ്സുള്ള VD സതീഷിനെതിരെ 80 കഴിഞ്ഞ പിണറായി എങ്ങനെയാണ് പ്രതിരോധം തീർക്കുക, ആക്രമണങ്ങൾ അഴിച്ചുവിടുക എന്ന് പറയുന്നവർക്കാണ് പാർട്ടി നിശബ്ദമായി മറുപടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. VK സനോജിനെ പോലെ, കല്യാശ്ശേരിയിൽ നിന്ന് ജയിച്ചു വന്ന വിജിനെ പോലെ, മുഹമ്മദ് മുഹസിനെ പോലെയുള്ള എണ്ണം പറഞ്ഞ ചെറുപ്പക്കാരെ മുൻനിർത്തി 10 അംഗ പടയുമായി പിണറായി 16ാം നിയമസഭയിൽ കളമൊരുങ്ങി നിൽക്കുമ്പോ ഭരണപക്ഷം ഒന്ന് വിറയ്ക്കുമെന്നുള്ളതിനൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. VK സനോജ് കൃത്യമായ രാഷ്ട്രീയ വിശകലനം നടത്തി അവിശ്വാസ പ്രമേയങ്ങൾ ഉന്നയിച്ച് കൃത്യമായി VDയെയും ക്യാബിനറ്റിനെയും MLA-മാരെയും വെള്ളം കുടിപ്പിക്കുന്ന നാളുകൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. VD സതീശൻ ഒരു വലിയ രീതിയിലുള്ള ഒരു അധികാരമുള്ള മുഖ്യമന്ത്രി പോലും ആകുന്നില്ല എന്നുള്ളതും കൃത്യമായി എടുത്തു പറയേണ്ട ഒരു കാര്യമായി മാറുന്നിടത്താണ് ചെറുപ്പക്കാരെ മുൻനിർത്തി പിണറായി കാലാൾപ്പടയെ ഇറക്കി ശക്തമായ പ്രതിഷേധത്തിനു മുന്നോട്ട് വരുന്നത് എന്നുള്ളതും കേരള രാഷ്ട്രീയത്തിന്റെ കൗതുക കാഴ്ചയല്ല, കാലിക പ്രസക്തമായ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഏറ്റവും വലിയ ആവശ്യകത കൂടിയായി മാറുകയാണ്.